നമസ്കാരം. കേമന്മാരായ കുറെ ജൂതന്മാരെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വർത്തമാനം. ഒരു മനുഷ്യന്റെ കേമത്വം തീരുമാനിക്കേണ്ടത് അവരുടെ ജാതിയും മതവും വംശവും ഒക്കെ നോക്കിയിട്ടാണോ എന്ന ചോദ്യം ആദ്യമേ എൻ്റെ നേരെ വന്നേക്കാം. അതിനുള്ള ഉത്തരം ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം. ജൂതന്മാർ കേമന്മാരാണോ എന്ന ചോദ്യം പ്രസക്തമായി തീരുന്നത് എപ്പോഴാണ്? രണ്ട് സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ്. ഒന്ന്, ഭൂമിയിൽ ഏറ്റവും ദുഷ്ടന്മാരും ഏറ്റവും ക്രൂരന്മാരും ഏറ്റവും വലിയ അക്രമികളും ഏറ്റവും വലിയ മനുഷ്യവിരുദ്ധരും ഏറ്റവും വലിയ ജനാധിപത്യ വിദ്രോഹികളും ഒക്കെ ജൂതന്മാരാണ് എന്ന പ്രചാരണം കൊണ്ടുപിടിച്ച് നടക്കുന്ന ഒരു കാലമാണ്. ചരിത്രത്തിൽ എന്നും അത് ഉണ്ടായിട്ടുണ്ട്. രണ്ട്, ഒരു വംശത്തിൽ പിറന്നു എന്ന ഒറ്റ കുറ്റത്തിന് ഭൂമിയിൽ ഇത്രയേറെ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനത വേറെ ഉണ്ടായിട്ടില്ല. അത് ചരിത്രത്തോടൊപ്പം, വേണമെങ്കിൽ നമ്മുടെ കലണ്ടർ കാലത്തോടൊപ്പം ആ പീഡനം തുടങ്ങിയെന്ന് പറയാം. യേശുദേവൻ കൊല്ലപ്പെട്ട കാലം തൊട്ട്, യേശുദേവൻ കലണ്ടർ കാലം തുടങ്ങുന്നത് യേശുദേവന്റെ പിറവി തൊട്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു 3 പതിറ്റാണ്ടിനുള്ളിൽ, ആദ്യത്തെ കലണ്ടർ ആരംഭിച്ചിട്ട് 30 കൊല്ലത്തിനുള്ളിൽ ജൂതന്മാർക്ക് നേരെയുള്ള അതിക്രമം തുടങ്ങിയിട്ടുണ്ട്. കാരണം ജൂതന്മാരാണ് യേശുദേവനെ കൊന്നത് എന്ന മുറവിളി മുഴങ്ങിയതോടെ ആദ്യകാലത്ത് ജൂതന്മാർക്കെതിരെ ഏറ്റവും വലിയ പീഡനങ്ങളുടെ വലിയ പരമ്പര അഴിച്ചുവിട്ടത് ക്രിസ്ത്യാനികളാണ് ആദ്യം ജൂതന്മാരെ ആക്രമിച്ചതെങ്കിൽ പിന്നീട് അത് സെമിറ്റിക് മതങ്ങൾക്ക് അകത്ത് പൊതുവെ ഉള്ള പരസ്പര വിരോധത്തിലേക്ക് വളർന്നു. പിന്നീട് പിൽക്കാലത്ത് ജൂതന്മാർ ഏറ്റവും വലിയ ആക്രമണം നേരിട്ടതും, ആ അർത്ഥത്തിൽ ആധുനിക കാലത്ത് ഏറ്റവും വലിയ ആക്രമണം നേരിട്ടത് ജർമ്മനിയിൽ നിന്നാണ്. ജർമ്മനിയിലെ ഹിറ്റ്ലറാണ് ജൂതന്മാരെ ഗ്യാസ് ചേംബറിലിട്ടടച്ചത്. ഭീകരമായ ഹോളോകാസ്റ്റ് എന്ന പേരിൽ ലക്ഷക്കണക്കിന്, കണക്കുകളൊക്കെ പലയിടത്തും വ്യത്യസ്തമാണ്, എങ്കിലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തത്ര മനുഷ്യരെ, ജൂതനായ അല്ലെങ്കിൽ ജൂത സ്ത്രീയായ ഒരു അമ്മയുടെ ഗർഭത്തിൽ പിറന്നു എന്ന ഒറ്റ കാരണത്തിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ ഈ ഗ്യാസ് ചേംബറിലെ വിഷം ശ്വസിച്ച് കൊല്ലാൻ, ആട്ടിയോടിക്കാൻ, പലായനം നടത്തിക്കാൻ, കൂട്ടക്കൊല ചെയ്യാൻ ഒക്കെ നടന്ന ഒരു ചരിത്ര സംഭവമാണ്. അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഹിറ്റ്ലർ കത്തോലിക്ക ക്രിസ്ത്യാനിയായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത്, ചരിത്രത്തിൻ്റെ ആദ്യകാലത്ത് ഉടനീളം ക്രിസ്ത്യൻ വംശത്തിൻ്റെ മഹിമയുടെ പേരിലാണ്, വംശീയ വിരോധത്തിൻ്റെ പേരിലാണ് ജൂതന്മാർ കൂട്ടക്കൊലക്കിരയായത്. ഇടക്കാലത്ത് മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിലുള്ള വിരോധമായും അത് മാറിയിട്ടുണ്ട്. അതുണ്ടാകുന്നത് ഏതാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിനോടൊപ്പമാണ്. 1900 തുടക്കത്തിൽ, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം കൃത്യമായിട്ട് ഈ ജെറൂസലേം അല്ലെങ്കിൽ ഇന്നത്തെ ഫലസ്തീൻ തുർക്കി സുൽത്താന്റെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷുകാർ കൈവശമാക്കിയതോടുകൂടി ആരംഭിക്കുന്ന ഒരു വലിയ കാലമുണ്ട്. അത് പിന്നീട് മുസ്ലിം ജൂത വിരോധത്തിന്റെ കാലമാണ്. എന്തു വന്നാലും ഇപ്പോൾ ലോകത്ത് വന്ന് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച, ഏറ്റവും പുതിയ ലോകത്ത്, പ്രത്യേകിച്ച് ഇസ്ലാമിനെതിരായി ആഗോളതലത്തിൽ വലിയ പ്രചാരണവും വലിയ പോരാട്ടങ്ങളും, പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരത ലോകത്ത് ശക്തിപ്പെട്ടു വരുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരായുള്ള വലിയ പ്രചാരവേലകൾ, വലിയ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ, അത് ഇസ്ലാമോഫോബിയ എന്ന പേരിലൊക്കെ നടക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിനെതിരായി വലിയ വെറുപ്പിൻ്റെ അംശങ്ങളൊക്കെ സാമ്രാജ്യത്വം മുൻകൈ എടുത്ത്, തീർച്ചയായിട്ടും അതിൽ ഇന്ത്യയുടേതല്ല ഈ ഇസ്ലാമോഫോബിയ എന്ന ഉൽപ്പന്നം. ഇസ്ലാമോഫോബിയ എന്ന ഉൽപ്പന്നം സാമ്രാജ്യത്വത്തിൻ്റെതാണ്, പ്രത്യേകിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെതാണ്. അത് സോവിയറ്റ് യൂണിയന്റെ പതനശേഷം ഇനി സാമ്രാജ്യങ്ങൾ തമ്മിലല്ല യുദ്ധം, സംസ്കാരങ്ങൾ തമ്മിലാണ് യുദ്ധം ഉണ്ടാവുക എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ്. സാമുവൽ പി ഹണ്ടിങ്ടൺ എന്ന അമേരിക്കൻ ബുദ്ധിജീവിയായിരുന്നു ആ ഒരു സിദ്ധാന്തത്തിന്റെ വക്താവ്. ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. അവിടെ മുതൽ തുടങ്ങിയതാണ്. യഥാർത്ഥത്തിൽ അത് മുസ്ലിം രാജ്യങ്ങളായ അറബ് രാജ്യത്തെ റിസോഴ്സ്, അറബ് രാജ്യത്തിൻ്റെ എണ്ണ ഉൾപ്പെടെയുള്ള വിഭവങ്ങളെ കൊള്ളയടിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വൈകിപ്പോയതാണ്. തീർച്ചയായിട്ടും ആഗോളതലത്തിൽ ഇസ്ലാമോഫോബിയ ഉണ്ടാകുന്നത് ക്രിസ്ത്യാനിയുടെ പേരിൽ അമേരിക്കൻ സാമ്രാജ്യത്വം ഉൾപ്പെടെ നടത്തിയ വലിയ അറബ് വിരുദ്ധ വിഭവ വേട്ടയുടെ ഫലമായിട്ടാണ് എന്ന് കാണാൻ നമുക്ക് കഴിയുന്നില്ല. ഇന്ത്യയിലാണെങ്കിൽ സംഘപരിവാർ അധികാരത്തിൽ വന്നപ്പോൾ ആരംഭിച്ചതാണ് മുസ്ലിങ്ങൾക്കെതിരായുള്ള ഈ പ്രചാരണം, അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ എന്ന മട്ടിലാണ് നമ്മുടെ നാട്ടിലെ ഒരു പ്രചാരവേല. സത്യത്തിന് ഇതിനിടയിൽ നമ്മൾ മറന്നുപോകുന്നത്, ഇസ്ലാമോഫോബിയ പരക്കുന്ന കാലത്ത് പോലും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട സമൂഹമാരാണ്, ഒരു ജന്മത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ഉപദ്രവം നേരിട്ട, ഏറ്റവും കൂടുതൽ അക്രമം നേരിട്ട, ഏറ്റവും കൂടുതൽ കൂട്ടക്കൊലക്കിരയായ സമൂഹം ഏതാണ് എന്ന് നമ്മൾ ഓർക്കാറില്ല. ഒരുപക്ഷെ മഹാബുദ്ധിജീവികൾ പലപ്പോഴും മറന്നുപോകുന്നുണ്ട്. മലയാളത്തിൽ ജൂതന്മാർ ചരിത്രത്തിൽ നേരിട്ട ഏറ്റവും വലിയ നരഹത്യ, ഏറ്റവും വലിയ മനുഷ്യവിരുദ്ധമായ കൂട്ടക്കൊല,
അവരോട് നീതി കാണിക്കണം, അവരോട് സത്യത്തിൽ ലോകം മാപ്പ് പറയണം എന്ന് വാദിച്ച ഒരു എഴുത്തുകാരനെ ഉണ്ടായിരുന്നുള്ളൂ. അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഈ ചരിത്രത്തിൽ എന്നും അകക്കാമ്പുള്ള ഉൾക്കാമ്പുള്ള എഴുത്തുകാർക്ക് മാത്രമേ അങ്ങനെ നിലപാട് എടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ എടുത്ത ഒരാളുണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഒ.വി. വിജയനാണ്. മലയാളത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള ഏത് എഴുത്തുകാരിലും കാമ്പുള്ള എഴുത്തുകാരൻ, ഏറ്റവും കാമ്പുള്ള എഴുത്തുകാരൻ, അത് തീർച്ചയായിട്ടും ഏറ്റവും പോപ്പുലറായ എഴുത്തുകാരൻ ആവണമെന്നില്ല, ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട എഴുത്തുകാരൻ ആവണമെന്നില്ല, ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരനും ആവണമെന്നില്ല. ഒ.വി. വിജയൻ ആവർത്തിച്ച് പ്രവാചകന്റെ വഴി എന്ന നോവൽ ഉൾപ്പെടെ അദ്ദേഹം ആവർത്തിച്ച് ജൂതന്മാർക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ട്. അങ്ങനെ വാദിക്കുന്നവർ കുറവാണ്. അങ്ങനെ ഒരു കാലത്താണ് ഈ രണ്ട് കാരണങ്ങളാൽ ജൂതന്മാർ ചരിത്രത്തിൽ ഇപ്പോഴും വെറുക്കപ്പെടുന്ന കാലത്ത്, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വംശഹത്യക്ക് ഇരയായ ഒരു ജനത എന്ന രീതിയിൽ ജൂതന്മാരായ കുറച്ച് കേമന്മാരെയെങ്കിലും നമ്മൾ ഓർക്കേണ്ടത് കുറച്ചല്ല. ഞാനിപ്പോൾ ഇന്ന് ഈ എൻ്റെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു 10 പേരുടെ പേര് ഞാൻ എടുക്കാം. 10 ജൂതന്മാരുടെ പേര്. ലോകചരിത്രത്തിന്, ലോകത്തിലെ മാനവരാശി ഇന്ന് എത്തിച്ചേർന്ന അത്ഭുതകരമായ വളർച്ചയ്ക്ക്, ഒരിക്കലും നമ്മൾ നേടിയ പുരോഗതിക്ക് ഒരിക്കലും മറക്കാനാവാത്ത, നിഷേധിക്കാനാവാത്ത 10 ജൂതന്മാർ. ഈ 10 ജൂതന്മാരുടെ പട്ടിക അല്പസമയം ചെലവിട്ടാൽ നമുക്ക് 100 എടുക്കാൻ ബുദ്ധിമുട്ടില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. ജൂതൻ എന്ന് കേട്ടാൽ വെറുക്കേണ്ടവനാണ് എന്ന് പഠിപ്പിക്കുന്ന കാലത്ത്, ജൂതൻ എന്ന് കേട്ടാൽ ദുഷ്ടനും ക്രൂരനുമാണ് എന്ന് പഠിപ്പിക്കുന്ന കാലത്ത്, ഞാൻ പറയുന്ന 10 ജൂതന്മാരുടെ പേര്, ആ 10 ജൂതന്മാരുടെ പേര് നന്ദിയോടെ ആദരവോടെ ഓർക്കാതെ മനുഷ്യന്, ലോകത്തിന് മുന്നോട്ട് പോകാനാവുമോ? 10 എന്നത് എത്ര വേണമെങ്കിലും വർദ്ധിപ്പിക്കാം. ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന പേരുകളിലൂടെ ഒന്ന് കടന്നു പോവുക മാത്രമേ, ഞാൻ ഒന്ന് ഓടിച്ചു പോവുക മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ഒന്നാമത്തെ പേര് തീർച്ചയായും കാൾ മാർക്സിന്റെ പേരാണ്. കാറൽ മാർക്സ് എന്ന് ആളുകൾ ഈ അക്ഷരം നോക്കി വായിക്കുന്ന കാൾ മാർക്സ് 1818 പിറന്ന് 1883 മരിച്ചുപോയ കാൾ മാർക്സ് ജർമ്മൻ ജൂതനായിരുന്നു. ജൂതന്മാരെ വെറുക്കുക എന്ന് പഠിപ്പിക്കുമ്പോൾ കാൾ മാർക്സിനെ വെറുക്കുക എന്നുകൂടിയാണ് അതിനർത്ഥം എന്ന് നമ്മൾ ഓർക്കണം. ഒരുപക്ഷെ ലോകരാഷ്ട്രീയത്തിൽ ഇത്രയേറെ സാമൂഹ്യ വിപ്ലവങ്ങൾക്കിടയാക്കിയ, ഇന്നും എന്നും ലോകം ഓർമ്മിക്കുമെന്ന് ഉറപ്പുള്ള ആദ്യത്തെ പേര്, തീർച്ചയായിട്ടും ആദ്യത്തെ ജൂതന്റെ പേര് കാൾ മാർക്സ് എന്നാണ്. കാറൽ മാർക്സ് ജർമ്മൻ ജൂതനായിരുന്നുവെന്നും ജർമ്മനിയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബം മതം മാറിയിട്ടാണ് അവിടെ നിന്ന് നാട് വിട്ടത് എന്നൊക്കെയുള്ള ചരിത്രം, മാർക്സിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമായതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും ജൂതന്മാരെ ചരിത്രത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കാൻ തീരുമാനിക്കുമ്പോൾ കാൾ മാർക്സിനെ ആയിരിക്കും ആദ്യം പുറത്താക്കേണ്ടത് എന്ന് നമ്മൾ ഓർമ്മിക്കുക. രണ്ടാമത്തെ പേര് ഒരുപക്ഷെ കാറൽ മാർക്സിനേക്കാൾ ലോകത്തിന് പ്രിയപ്പെട്ട പേരാണ്, ലോകത്തിൽ ഒരാൾക്കും നിഷേധിക്കാനാവാത്ത പേരാണ്. അത് മറ്റൊരു മണ്ഡലത്തിൽ നിന്നാണ്, രാഷ്ട്രീയ മണ്ഡലത്തിലല്ല, സാമൂഹ്യ വിപ്ലവത്തിന്റെ മണ്ഡലത്തിലല്ല, സാമ്പത്തിക പ്രത്യയശാസ്ത്രത്തിന്റെ മണ്ഡലത്തിലല്ല എന്നേ ഉള്ളൂ വ്യത്യാസം. ആ പേര് ആൽബർട്ട് ഐൻസ്റ്റീന്റെ പേരാണ്. ലോകത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞൻ എന്ന് ഓരോ കൊച്ചുകുട്ടിയും ഓർക്കുന്ന ഒരു പേരാണ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ പേര്. ഐൻസ്റ്റീൻ 1879 ജനിച്ച് 1955 മരിച്ചുപോയ ജർമ്മൻ തന്നെയായ ജൂതനായിരുന്നു എന്ന് നമ്മൾ മറന്നു പോകുന്നില്ല. ഐൻസ്റ്റീന് തുല്യനായ ഒരു ശാസ്ത്രജ്ഞനെ നമ്മൾ ചരിത്രത്തിൽ ഏറെയൊന്നും ഉയർത്തിക്കാണിക്കാനില്ല. എല്ലാവർക്കും പരിചിതനായ, നമ്മുടെ നിത്യജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ച ശാസ്ത്രജ്ഞന്റെ പേരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. കേരളത്തിൽ ആദ്യമായി ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി കിട്ടുമെങ്കിൽ ക്ഷണിച്ചു കൊണ്ടുവരാൻ നമ്മൾ തീരുമാനിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനെ ആയിരുന്നു. നമ്മൾ ഓർക്കണം, ഇന്ത്യയെ പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയൊക്കെ എന്നും ആദരവോടെ ഓർത്ത ഒരാളാണ് ഐൻസ്റ്റീൻ എന്നുകൂടി നമ്മൾ ഓർക്കണം. ഐൻസ്റ്റീൻ ഇല്ലാതെ നമുക്ക് ലോകമില്ല എങ്കിൽ, ഐൻസ്റ്റീൻ ഇല്ലാതെ ശാസ്ത്രമില്ല എങ്കിൽ, ഐൻസ്റ്റീനെ ഓർക്കാതെ എങ്ങനെയാണ് നമുക്ക് മനുഷ്യനായി ജീവിക്കാനാവുക? അങ്ങനെയെങ്കിൽ ഐൻസ്റ്റീൻ എന്ന ജൂതനെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത് എന്ന് എങ്ങനെയാണ് നമ്മൾ മറന്നു പോവുക? മറ്റൊരു പേര്, ഒരുപക്ഷെ ഈ പേരുകളെക്കാൾ പരിചിതമായൊരു പേര്, മനസ്സുള്ള എല്ലാ മനുഷ്യരും ഓർമ്മിക്കുന്ന പേര് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പേരാണ്. ഫ്രോയിഡ് ഇല്ലാതെ എവിടെ മനസ്സ്? മനുഷ്യന്റെ മനസ്സുള്ള കാലത്തോളം ഫ്രോയിഡ് ഉണ്ട്. കാരണം മനഃശാസ്ത്രമാണ് ഫ്രോയിഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകം. ഓസ്ട്രിയൻ ജൂതനായിരുന്നു അദ്ദേഹം എന്ന് നമ്മൾ ഓർമ്മിക്കുന്നു. 1856 പിറന്ന് 1939 മരിച്ചുപോയ സിഗ്മണ്ട് ഫ്രോയിഡാണ് ഞാൻ ഉദ്ദേശിക്കുന്ന അടുത്ത ജൂതൻ. ഫ്രോയിഡ് ഇല്ലാതെ എന്തു മനസ്സ്? ഫ്രോയിഡ് ഇല്ലാതെ എവിടെ മനുഷ്യൻ? ഫ്രോയിഡ് ജൂതനായിരുന്നു എന്ന് ആദരപൂർവ്വം ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. 4, ജീവിച്ചിരിക്കുന്ന ഒരാളെയാണ് ഇനി ഞാൻ ആ കൂട്ടത്തിലേക്ക് പറയുന്നത്. അത് നോം ചോംസ്കി എന്ന പേരാണ്. അമേരിക്കൻ ജൂതനാണ് നോം ചോംസ്കി. ലിംഗ്വിസ്റ്റിക്സ് ആണ് അദ്ദേഹം, എഴുത്തുകാരനാണ്, വലിയ ചിന്തകനാണ്, ഭാഷാശാസ്ത്രത്തിന്റെ വിദഗ്ധനാണ്. ദ ഫാദർ ഓഫ് ലിംഗ്വിസ്റ്റിക്സ് എന്ന പേരൊക്കെ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അദ്ദേഹം എണ്ണമറ്റ പുസ്തകങ്ങളുടെ കർത്താവാണ്. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു. 97 വയസ്സുണ്ട്, 100 അടുത്തു.
പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഓർക്കണം. നമുക്ക് ജൂതന്മാരെ വെറുക്കാനുള്ളൊരു കാരണം ഇസ്രായേലിനോടുള്ള വിരോധമാണ്. ജൂതന്മാരെ വെറുക്കാനുള്ള കാരണം ഇസ്രായേലിന് കൂട്ടുനിന്ന അമേരിക്കയോടുള്ള വിരോധമാണെങ്കിൽ, ലോകത്തിൽ അമേരിക്കയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി, അമേരിക്കയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരായി, ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്കും നിലപാടുകൾക്കും എതിരായി ഇത്രയേറെ എഴുതുകയും പറയുകയും ചെയ്ത മറ്റൊരു ജീനിയസ് ഇല്ല. നോം ചോംസ്കിയെ മറക്കാനാവുമോ? നോം ചോംസ്കിയെ നിങ്ങൾ ഓർമ്മിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജൂതന്മാരെ വെറുക്കാനാവുമോ? കാരണം നോം ചോംസ്കിയും ജൂതനാണ് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്ത പേര് ഫ്രാൻസ് കാഫ്കയുടെ പേരാണ്. കാഫ്കയെ മറക്കുന്നത് ഞാൻ സാഹിത്യത്തിൽ നിന്നൊരാളെ തിരഞ്ഞെടുക്കുമ്പോഴാണ്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ, 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച സാഹിത്യകാരൻ, മികച്ച എഴുത്തുകാരൻ കാഫ്കയാണ്. കാഫ്കയുടെ പേരറിയാത്ത ഒരു കുട്ടിയും സാഹിത്യ വിദ്യാർത്ഥികൾ ഉണ്ടാവുക ഇല്ല. 1883 പിറന്ന്, മാർസ് മരിച്ച വർഷമാണ് കാഫ്ക പിറക്കുന്നത് എന്ന് ഞങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടി പറയാറുണ്ട്. 1883 പിറന്ന് 1924 മരിച്ചുപോയി. അദ്ദേഹം 40 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. ഗന്ധർവന്മാർക്കൊന്നും ദീർഘായുസ് ഉണ്ടാവാറില്ല എന്ന് പറയാറുണ്ട്. അദ്ദേഹം 40-ാം വയസ്സിൽ മരിച്ചുപോയി. അദ്ദേഹവും ജർമ്മൻ ജൂതനാണ്, ജർമ്മനിയിൽ പിറന്ന ജൂതനാണ്. ജർമ്മൻ ഭാഷയിലും ചെക്കോസ്ലവാക്യയാണ് അദ്ദേഹത്തിൻ്റെ പഴയ നാട്. എങ്കിലും ചെക്കോസ്ലവാക്യയിൽ എഴുതിയിലേറെ അദ്ദേഹം ജർമ്മൻ ഭാഷയിലാണ് എഴുതിയത്. അതാണ് കാഫ്ക എന്ന ജൂതൻ്റെ കഥ. മറ്റൊരു പേര് ആന്റണി ബ്ലിങ്കനാണ്. ഞാൻ മറ്റൊരു മേഖലയിൽ നിന്ന് ഒരാളെ എടുത്തു കാണിക്കുകയാണ്. ഞാൻ ഏറ്റവും വലിയ ഡിപ്ലോമാറ്റ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന 63 വയസ്സുള്ള ലോകം കണ്ട ഏറ്റവും മികച്ച ഡിപ്ലോമാറ്റ്സിൽ ഒരാളാണ് ആന്റണി ബ്ലിങ്കൻ. അദ്ദേഹം US-ന്റെ സെക്രട്ടറി ആയിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ലോകത്തിലെ ഡിപ്ലോമാറ്റുകളിൽ പേരുകെട്ടയാളാണ്. നയതന്ത്ര വിദഗ്ധന്മാരുടെ പട്ടികയിൽ ആന്റണി ബ്ലിങ്കൻ ഉണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അടുത്തയാള് നമുക്ക് ആർക്കും മറക്കാനാവാത്ത പേരാണ് സുക്കർബർഗ്. എല്ലാവർക്കും മാധ്യമരംഗത്ത് പണിയെടുക്കുന്ന, സോഷ്യൽ മീഡിയ, പുതിയ ലോകത്തെ സാങ്കേതിക വിദ്യയോട് ഇടപെടുന്ന ഒരാൾക്കും മറക്കാനാവാത്ത ആദ്യത്തെ പേര് ചെറുപ്പക്കാരനാണ്. 41 വയസ്സേ ഉള്ളൂ മാർക്ക് സുക്കർബർഗിന്. അമേരിക്കക്കാരനാണ്. മാർക്ക് സുക്കർബർഗ് എന്ന് കേട്ടാൽ നമുക്ക് ആദ്യം ഓർമ്മ വരിക ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനാണ്, മെറ്റായുടെ സ്ഥാപകനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു പേര് ചേർത്ത് പറയാം. ഞാൻ ആ പേര് ഈ 10-ൽ എണ്ണിയിട്ടില്ല. ജാൻകോമിൻ്റെ പേരാണ്. അദ്ദേഹം ഉക്രൈൻകാരനാണ്, അമേരിക്കയിൽ സെറ്റിൽ ചെയ്ത ഉക്രൈൻകാരനാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് സമപ്രായക്കാരാണ്, 49 വയസ്സേ ഉള്ളൂ. അദ്ദേഹമാണ് വാട്സാപ്പിൻ്റെ സ്ഥാപകൻ. ഞാൻ രണ്ടുപേരെയും ചേർത്ത് ഒന്നാക്കി കാണുന്നു. വേറൊന്നുമല്ല, പുതിയ സാങ്കേതിക വിദ്യയിലെ ടെക് ഭീമന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും ആദ്യത്തെ പേരാണല്ലോ സുക്കർബർഗ്. സുക്കർബർഗിനെ മാറ്റി നിർത്തി നിങ്ങൾക്ക് പുതിയ ലോകമുണ്ടോ? സുക്കർബർഗ് ജൂതനാണ് എന്നറിയുമ്പോൾ പുതിയ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് ജൂതനില്ലാത്തൊരു ലോകത്തെ പുതിയ കാലത്ത് സ്വപ്നം കാണാനാവുമോ? അടുത്ത പേര് ഇതുപോലെ ഒരു ദ്വന്ദ്വം, 2 ഇരട്ട പേരുകളാണ്. ലാരി പേജും സെർജി ബ്രിന്നുമാണ്. ഞാൻ പറയാതെ അവരുടെ പ്രാധാന്യം നിങ്ങൾക്കറിയാം. അവരാണ് ഗൂഗിൾ സ്ഥാപിച്ചത്. അവർ അമേരിക്കക്കാരാണ്, പക്ഷേ ജൂതന്മാരാണ്. ലാരി പേജും സെർജി ബ്രിന്നും ഇല്ലാതെ, ഗൂഗിൾ ഇല്ലാതെ ലോകമില്ല, പുതിയ ലോകമില്ല എങ്കിൽ അവർ രണ്ടുപേരും ജൂതന്മാരാണെങ്കിൽ ജൂതന്മാരില്ലാത്തൊരു പുതിയ ലോകത്തെ നിങ്ങൾക്ക് സ്വപ്നം കാണാവുമോ? ഒന്നുകൂടി ഓർക്കണം, ഗൂഗിളിൻ്റെ തലപ്പത്ത് നമ്മുടെ തൊട്ട അയൽപ്പക്കത്തെ തമിഴ്നാട്ടിലെ ഒരു പാവം ചെറുപ്പക്കാരനാണ് അതിൻ്റെ തലപ്പത്തുള്ളത്. CEO എന്ന ഏറ്റവും വലിയ പോസ്റ്റിലിരിക്കുന്നത് സുന്ദർ പിച്ചൈ എന്ന തമിഴ്നാട്ടുകാരനായ നമ്മുടെ അണ്ണനാണ് എന്നുകൂടി ഓർക്കുന്നത് ഈ സമയത്ത് നന്നായിരിക്കും. ചുരുക്കത്തിൽ സുന്ദർ പിച്ചൈ എന്ന ഇന്ത്യക്കാരനെ പോറ്റുന്നത്, അല്ലെങ്കിൽ അവന് വാഴാൻ ലോകപ്രസിദ്ധമായൊരു കമ്പനി ഉണ്ടാക്കി കൊടുത്തത് ഈ 2 ജൂതന്മാരാണ്, ലാരി പേജും സെർജി ബ്രിന്നും. ഞാൻ അവരെ ഒന്നായിട്ട് ഗൂഗിൾ ബ്രദേഴ്സ് എന്ന് വിളിക്കുന്നു. പക്ഷേ അവർ ജൂതന്മാരാണ്. അവരില്ലാതെ ഗൂഗിളില്ല എന്ന് നമ്മൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. അടുത്ത പേര് തീർച്ചയായിട്ടും മറ്റൊരു മേഖലയിൽ നിന്നാണ്, സിനിമയിൽ നിന്ന്. ലോക സിനിമ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മളിതാ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം തിരുവനന്തപുരത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സിനിമയെക്കുറിച്ച് ആലോചിക്കുന്ന, സിനിമയുടെ ആദ്യത്തെ പ്രേക്ഷകൻ, ആദ്യം ചുണ്ടത്ത് വരുന്ന ലോകത്തിലെ ക്ലാസിക് സിനിമകളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഏത് കൊച്ചുകുട്ടിയും പറയുന്ന ആദ്യത്തെ പേര് ജുറാസിക് പാർക്ക് എന്ന സിനിമയാണ്. ലോകത്തിൽ മഹാത്ഭുതമുണ്ടാക്കിയ സിനിമ. ജുറാസിക് പാർക്കിന്റെ സൃഷ്ടാവാരാണ്? സ്പിൽബർഗ് ആണ്. സ്റ്റീവൻ സ്പിൽബർഗ് ഇല്ലെങ്കിൽ ജുറാസിക് പാർക്ക് ഇല്ല. ജുറാസിക് പാർക്ക് ഇല്ലെങ്കിൽ നമ്മുടെ നാക്കിൻ തുമ്പത്ത് ഏറ്റവും പുതിയ സിനിമയിലെ മഹാത്ഭുതങ്ങളൊന്നുമില്ല. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് സ്പിൽബർഗ്. അദ്ദേഹത്തിന് 78 വയസ്സായി. അതുകൊണ്ട് സിനിമ എടുക്കുമ്പോഴും ഒരു പേര്, തീർച്ചയായിട്ടും ആദ്യത്തെ പേര് സ്പിൽബർഗ് ആണെങ്കിൽ, സ്പിൽബർഗ് ജൂതനാണ് എന്നോർക്കുമ്പോൾ ജൂതന്മാരില്ലാതെ സിനിമയെക്കുറിച്ച് സംസാരിക്കാനാവില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. 10ാമത്തെ പേരായി ഞാൻ പറഞ്ഞല്ലോ, ഈ 10 100 യാതൊരു ബുദ്ധിമുട്ടുമില്ല. 10ാമത്തെ പേരായി ഞാൻ ഓർമ്മിക്കുന്നത് ഒരു രക്തസാക്ഷി എന്ന് ഞാൻ വിളിക്കുന്ന പേരാണ്. എല്ലാവർക്കും, അക്ഷരം വായിക്കുന്ന എല്ലാവർക്കും, ലോകത്തിലെ എല്ലാ ഭാഷകളിലും പരിചയമുള്ള ഒരു കൊച്ചുകുട്ടിയുടെ പേരാണ്. 16-ാം വയസ്സിൽ മരിച്ചുപോയൊരു കുട്ടി. ആ കുട്ടിയുടെ പേര് ആൻ ഫ്രാങ്ക് എന്നാണ്.
ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണ്. അത് അവർ മറ്റാരുമല്ല, അവർ ജർമ്മനിയിലെ നാസി തടവറയിൽ, ജർമ്മനിയിൽ നിന്ന് ഹിറ്റ്ലറുടെ നാസിസം അവിടെ നാടുവാഴുന്ന കാലത്ത് ഇവരുടെ കുടുംബം ജൂതന്മാരായിരുന്നതുകൊണ്ട് അവർ ഒളിച്ചോടിപ്പോയതാണ്, ഹോളണ്ടിലേക്ക് ഒളിച്ചോടിപ്പോയതാണ്. എന്നിട്ടും ഹോളണ്ടിലേക്ക് കുടിയേറിയിട്ടും നാസി തടവറയിൽ കിടന്ന് മരിക്കേണ്ടി വന്ന, രോഗം വന്ന് മരിച്ചുപോയ കുട്ടിയാണ്. ആ കുട്ടി അറിയപ്പെടുന്ന ഡയറിസ്റ്റ് എന്നാണ്. ഡയറി കുറിപ്പുകൾ കൊണ്ട് ലോകപ്രസിദ്ധയായ കുട്ടി. വേണമെങ്കിൽ ജൂതന്മാർക്കെതിരായി ലോകത്ത് നടന്ന കഠിന പീഡനങ്ങളുടെ രക്തസാക്ഷിയായ ഒരാളെന്നും ആ 16 വയസ്സുകാരിയെ നമുക്ക് ഓർമ്മിക്കാം. ആൻ ഫ്രാങ്ക് മുതൽ, ഞാൻ പറയുന്നത് കാറൽ മാർക്സ് തൊട്ട് ആൻ ഫ്രാങ്ക് വരെയുള്ള ഈ 10 പേരെ എൻ്റെ ഒരൊറ്റ നോട്ടത്തിൽ എണ്ണിയെടുക്കാൻ സാധിച്ചുവെങ്കിൽ ഈ 10 പേരും ജൂതന്മാരായ കേമന്മാരാണെങ്കിൽ ജൂതന്മാരെ മാറ്റി നിർത്തിയിട്ട് ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്കാവുമോ? അപ്പോഴും നമുക്ക് എങ്ങനെയാണ് ജൂതന്മാരൊക്കെ ദുഷ്ടന്മാരും ജൂതന്മാരൊക്കെ ക്രൂരന്മാരും ജൂതന്മാരൊക്കെ വില്ലന്മാരും ആയിത്തീരുന്നത്? അങ്ങനെ ഒരു ജൂതനില്ല, അങ്ങനെ ഒരു ലോകവുമില്ല. മനുഷ്യൻ്റെ നന്മയ്ക്കും തിന്മയ്ക്കും ഒന്നും വംശം, ജാതി, ജന്മം അതൊരു ഘടകമേ അല്ല. എല്ലാ വംശത്തിലും എല്ലാ ജാതിയിലും എല്ലാ ദേശത്തും എന്നും ദുഷ്ടന്മാരും നന്മ നിറഞ്ഞവരും ഒരുപോലെ പിറന്ന് വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും വംശത്തിൻ്റെ പേരിൽ നന്മയെയും തിന്മയെയും വേർതിരിക്കുന്ന ഒരു ലോകം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത് മനുഷ്യവിരുദ്ധമാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.